ഹലോ, ഇന്ന് ഇവക്കുട്ടിക്ക് കരാട്ടെ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാനും ഒരു ദിവസം വെറുതെ ഇരിക്കണതുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. ഇവക്കുട്ടിയുടെ സ്കൂളിലെ കുഞ്ഞി പാർക്കാണ് കേട്ടോ. അത് അവിടെ ഒരാൾ ഒളിച്ചിരിക്കണ കണ്ടോ? ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാട്ടാം. കണ്ടാ ജിറാഫ്. അപ്പോൾ ഇവക്കുട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവക്കുട്ടിയുടെ സ്കൂളിൽ കുഞ്ഞി പാർക്കൊക്കെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇവക്കുട്ടിയുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ കരാട്ടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ആമ്പല്ലൂർ പള്ളി. അപ്പോൾ ആ പള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ വർത്തമാനം പറഞ്ഞ് വേറെ സമയം കളയുന്നില്ല. അതായത് ഇവക്കുട്ടിയുടെ കരാട്ടെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം ഇവക്കുട്ടിയുടെ കൂട്ടുകാരുടെ അച്ഛൻ വന്നിട്ടില്ല. ആ അച്ഛൻ വന്നിട്ട് ഇവക്കുട്ടിയുടെ കൂട്ടുകാരിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾക്കും വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറേ പട്ടികൾ. ആദ്യം ഒന്ന് പേടിച്ച് പോയി. പിന്നെ വീഡിയോ എടുക്കണ ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് പോയി എടുത്തതാണ്. ഭാഗ്യത്തിന് പാവം പട്ടികളായിരുന്നു. ചിലതൊക്കെ ഉണ്ട് നമ്മുടെ പുറകെ ഓടി വന്ന് കടിക്കും. അപ്പോൾ ഭാഗ്യത്തിന് കടിച്ചൊന്നുമില്ല, പാവം പട്ടികളായിരുന്നു. പിന്നെ അങ്ങനെ പട്ടികളായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം കുറേ പൂക്കൾ കണ്ട. ഇവിടെ വലിയ വലിയ മരങ്ങളുണ്ട്. അതിൽ നിറയെ മഞ്ഞ കളർ പൂക്കളാണ്. കണ്ടാൽ തോന്നും കണിക്കൊന്നയാണെന്ന്. പക്ഷെ കണിക്കൊന്നല്ല, ഇത് വേറെ ഏതോ പൂക്കളാണ് കേട്ടോ. കണ്ടാ കണ്ടാ കണ്ട കണ്ട കണ്ടാ ദൂരം മഞ്ഞ കളർ പൂക്കളാ. അവിടെ മൊത്തം നല്ല രസമാണ് താഴെയൊക്കെ കാണാനായിട്ട്, ഇറക്കത്തിലൊക്കെ. ടൻടടാൻ, ഇതാണ് കേട്ടോ ആമ്പല്ലൂർ പള്ളി. എത്ര പേര് വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ആർക്കൊക്കെ അറിയാമെന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആമ്പല്ലൂർ പള്ളി. അങ്ങനെ കാത്തിരുന്ന് ഇവരുടെ കൂട്ടുകാരിയുടെ അച്ഛൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഏൽപ്പിച്ചു. കാത്തിരുന്ന് വേണ്ട അല്ലേ. അങ്ങനെ ആ പള്ളിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ഇറക്കം ഉണ്ട്. ആ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറൊരു കാഴ്ചയും കൂടി ഞാൻ കാട്ടിത്തരാം. ഇത് കണ്ടോ, റോഡ് മൊത്തം മഞ്ഞ പൂക്കളാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോഴത്തേക്കും താഴെയായിട്ട് റോഡ് സൈഡിലായിട്ട് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഫോണിൽ കൂടി എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ കല്ല് കൊണ്ടുള്ള ഇതൊക്കെ സംഭവങ്ങളും ആ റോഡ് സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം നിന്നിട്ട് വീഡിയോസ് എടുക്കാഞ്ഞത്. കാരണം പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ആമ്പല്ലൂർ പള്ളിയില്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജയ ബേക്കറി ഉണ്ട്. അവിടെ കയറി അവർക്ക് വേണ്ടതും കൂടി മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടോ, ഇവിടെ നിന്നാൽ കാണാം ഓട്ടോ അറ്റത്ത് കിടക്കണത്. പിന്നെ കൈകൊട്ടിയൊക്കെ ഇങ്ങനെ കുയ് കുയ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം. അപ്പോൾ ഓട്ടോ വിളിച്ച സമയം കൊണ്ട് ചേട്ടന്മാർ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ വരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ആ ബേക്കറിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ എന്തുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കുരിശുപള്ളിയും കൂടി ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതും കൂടി ഞങ്ങൾ പകർത്തിരിക്കും. ആ ദൈവങ്ങൾക്ക് ഇനി സങ്കടമായാലോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ്. നേരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയിലും കൂടി കയറണം. കാരണം അരിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ കൈയോടെ അങ്ങോട്ട് മേടിച്ചാലല്ലേ രാത്രിത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയുടെ മുമ്പിൽ വന്ന് ഇറങ്ങി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് കപ്പ, വാഴക്കൂമ്പ്, പിന്നെ കൂർക്ക ഉണ്ടായിരുന്നു, അച്ചിങ്ങപ്പയറുണ്ടായിരുന്നു, പിന്നെ ഇത് നമ്മുടെ എന്ത് സാധനം ഇരുന്നത്, മധുരക്കിഴങ്ങ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട സാധനം മാത്രം നമ്മൾ എടുത്താൽ മതി. ഞാൻ ആ 4 ഉണ്ട്. പക്ഷേ 2 വാഴക്കൂമ്പ് ഞാൻ മേടിക്കും. ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, വാഴക്കൂമ്പ് എന്നൊക്കെ പറയണത്. അങ്ങനെ പഠിച്ചതാണ്. എനിക്ക് ഇവിടെ കുടപ്പൻ എന്ന് പറയാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. കുടപ്പൻ അത് മതി. അപ്പോൾ നാടൻ കുടപ്പനാണ് കേട്ടോ അത്. കാരണം ഇവിടെയുള്ള ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നാടനാണ് ഇവിടെ വരുന്ന സകലതും. അപ്പോൾ അങ്ങോട്ട് കണ്ണും പൂട്ടി ഞങ്ങോട്ട് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല ഗൈസ്. അപ്പോൾ രാവിലെ 8 മണിക്ക് പോയിട്ട് ഞങ്ങളൊരു 10:30 വീട്ടിലെത്തി ഗൈസ്. അതാണ് ടൈമിങ് വേണം നമുക്ക്. പറഞ്ഞ മനസ്സിലായാ? അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും